വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: കഫർനഹൂമിലെ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. അതായത് യേശു ഈ ഭവനത്തിൽ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു. യേശു ഈ ഭവനത്തിൽ വരണമെങ്കിൽ ഈ ഭവനത്തിൽ ഉള്ളവരെ യേശുവിന് അറിയാമായിരുന്നു. അതായത് ഈ ഭവനം യേശുവുമായി ബന്ധം പുലർത്തിയിരുന്നു. സമൂഹമധ്യേ യേശുവിനെ സാക്ഷിക്കുന്ന ഭവനം ആയതുകൊണ്ട് മാത്രമാണ് യേശു ഭവനത്തിൽ വന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അറിയുവാൻ കാരണമായത്. കഫർനഹൂമിലെ ഈ ഭവനം പോലെ ആയിരിക്കണം ഓരോ ഭവനങ്ങളും. അങ്ങനെയാകണമെങ്കിൽ ഭവനത്തിൽ ഉള്ളവർ യേശുവുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചവരും യേശുവിനെ സാക്ഷിക്കുന്നവരും ആയിരിക്കണം. മിക്ക ഭവനങ്ങളിലും പതിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറിലെ വാചകമാണ്: യേശു ഈ ഭവനത്തിൻ്റെ നായകൻ. എന്നാൽ ഭവനത്തിലെ സംഭാഷണങ്ങളും സ്നേഹമില്ലായ്മയും ഭക്ഷണമേശയിൽ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളും കാണുന്ന യേശു ആ ഭവനത്തിൻ്റെ 7 അയൽപ്പക്കത്ത് പോലും വരില്ല എന്നതാ വാസ്തവം. അങ്ങനെയെങ്കിൽ ഭവനത്തിൻ്റെ നായകസ്ഥാനം യേശു വഹിക്കണമെങ്കിൽ കുടുംബമായി ഒരുമിച്ചിരുന്ന് രാവിലെയും വൈകുന്നേരവും സ്തുതിഗീതങ്ങൾ പാടി തിരുവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും കരുതലിലും നിലനിൽക്കുകയും വേണം. ഒരു കോറസ് ഇപ്രകാരമാണ്: ജീസസ് ഇൻ ദ ഫാമിലി, ഹാപ്പി ഹാപ്പി ഹോം. അതായത് യേശു ഉള്ള ഭവനത്തിൽ സന്തോഷം ഉണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടോ? അത് എപ്പോഴും ശണ്ടയും പിറുപിറുപ്പും പരാതിയുമാണോ ഉള്ളത്? കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭവനമാണോ? ഈ പ്രഭാതത്തിൽ കുടുംബമായി എല്ലാവരും ഒരുമിച്ചിരുന്ന് കർത്താവിനെ പാടി സ്തുതിക്കുകയും അവൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തിയിരുന്നോ? ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്ന സക്കായിയോട് യേശു പറഞ്ഞു: ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ലൂക്കോസ് 19:5. യേശു എന്തുകൊണ്ട് പാപിയായ സക്കായിയുടെ ഭവനത്തിൽ പാർക്കുവാൻ തയ്യാറായി? സക്കായി തൻ്റെ തെറ്റുകളെ സമ്മതിച്ച് ചതിച്ചു വാങ്ങിയതെല്ലാം 4 മടങ്ങായി മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നവരോട് കൂടെയാണ് യേശു പാർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് യേശു നമ്മുടെ ഭവനത്തിൽ പാർക്കുമോ? ഈ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് കേട്ട പട്ടണവാസികൾ ഓടിക്കൂടി. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വന്ന അനേകർ വന്നുകൂടി. വന്നു ചേർന്നവർക്കെല്ലാം യേശുവിനെ കാണുവാനും യേശുവിൻ്റെ വചനം കേൾക്കുവാനും ഭവന ഉടമസ്ഥൻ സൗകര്യം ഒരുക്കി. മാത്രമല്ല, 4 ആൾ ചുമന്നു കൊണ്ടുവന്ന രോഗിയായ മനുഷ്യനെ യേശുവിൻ്റെ മുൻപിൽ എത്തിക്കുന്നതിനായി പുരിയുടെ മേൽക്കൂര പൊളിക്കുന്നതിന് അനുവാദവും നൽകി. യേശുവിന് വേണ്ടി ഭവനം വിട്ടുകൊടുക്കുവാനും നഷ്ടം സഹിക്കുവാനും തയ്യാറായ ഈ വ്യക്തി ആയിരുന്നോ? അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നാം ആയിരുന്നുവെങ്കിലോ? ഭവനത്തിൻ്റെ ഉടമസ്ഥൻ ഒരു പ്രസിദ്ധിയും ആഗ്രഹിച്ചില്ല. പിന്നെയോ കൂടി വന്നവരെല്ലാം യേശുവിനെ മഹത്വപ്പെടുത്തണമെന്നും അവൻ ചിന്തിച്ചു. മർക്കോസ് 2:12 വാക്യം. എന്തെങ്കിലും സേവനമോ ത്യാഗമോ ചെയ്താൽ അത് 4 ആളുകൾ അറിയണം എന്നല്ലേ നാം ചിന്തിക്കുന്നത്? പ്രസിദ്ധിക്ക് വേണ്ടി എന്തൊക്കെയാണ് നാം ചെയ്യുന്നത്? ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ട് അതെല്ലാവരെയും അറിയിക്കുന്നതിനു വേണ്ടി നൽകിയ സഹായത്തേക്കാൾ അധികം ചെലവ് ചെയ്ത് പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിച്ച് പൊതുജനമധ്യേ സഹായം നൽകുന്ന വിശ്വാസികൾ അല്ലേ നാം? യോഹന്നാൻ സ്നാപകൻ പറയുന്നത്: അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാൻ 3:30. ഇന്ന് കുറഞ്ഞവരാകുവാൻ ആർക്കും മനസ്സില്ല. മറ്റുള്ളവരെക്കാൾ വലുതാകണമെന്ന വിശ്വാസികൾ പോലും ചിന്തിക്കുന്നത്.
കഫർനഹൂമിലെ ഈ വ്യക്തി ഒരു പ്രസിദ്ധിയും ആഗ്രഹിച്ചില്ല. കർത്താവിൻ്റെ മഹത്വത്തിനും പ്രസിദ്ധിക്കുമായി നഷ്ടം സഹിക്കുവാൻ തയ്യാറായി. എൻ്റെ വീടും എൻ്റെ പദവിയും എൻ്റെതെല്ലാം നഷ്ടമായി കൊള്ളട്ടെ, എങ്കിലും എൻ്റെ കർത്താവിന് മഹത്വം ഉണ്ടാവണം എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അതിന് കഴിയണമെങ്കിൽ യേശു നമ്മുടെ അനുഭവം ആകണം. യേശുവിന് ഭവനത്തിന് നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിൻ്റെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യണം. യേശുവായുടെ സാക്ഷ്യം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നായിരുന്നു. ഈ സാക്ഷ്യം ജനത്തെ സാക്ഷ്യത്തിലേക്ക് നയിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ നമ്മുടെ ദൈവം. യോശുവ 24:15-18 വാക്യങ്ങൾ. ഇതായിരിക്കട്ടെ നമ്മുടെ ഈ സാക്ഷ്യം. കർത്താവെ, നീ വസിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, ദിനംതോറും നിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്ന ഭവനമായി എൻ്റെ ഭവനത്തെയും രൂപപ്പെടുത്തണമേ. ആമേൻ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ. അവനെന്നെ വഴി നടത്തും. അലയാ